ഇപ്പോൾ മോട്ടറോളയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയുടെ ഫോണുകളിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും മോട്ടറോളയുടെ ഫോണുകളിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ മോട്ടറോളയുടെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മോട്ടറോളയുടെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേ ടോപ്പിക്കിൽ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 6500 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ E13 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ 64 GB ഇൻറ്റേർണലൊക്കെ വരുന്നുണ്ട്. 2 GB റാമേ വരുന്നുള്ളൂ. യൂണി SoC T606 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IP52 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. പിന്നെ ബേസിക് ആയിട്ടുള്ള 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. 60 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 13 MP സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഒന്നും വരുന്നില്ല. ബേസിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. 6500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കിട്ടുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ E32 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് പഞ്ചോൾ ഡിസൈനും ലഭിക്കുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റും ലഭിക്കുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഫോണിൻ്റെ പിന്നിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക്കിൻ്റെ ഹീലിയോ G37 എന്ന പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററി തന്നെയാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നില്ല. ഈ ഒരു ഫോൺ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു 500 രൂപയും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 8500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം മോട്ടോ G14 എന്നുള്ള സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിലോട്ട് വരുമ്പോൾ മോട്ടോ E32 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റേ ഫോണിലുള്ള 90 Hz റിഫ്രഷ് റേറ്റ് ഇതിലുണ്ടാവില്ല. 60 Hz റിഫ്രഷ് റേറ്റ് വരുന്നുള്ളൂ. അത് ഡൗൺഗ്രേഡ് ആണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയാനുള്ളത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററി തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. യൂണി SoC T616 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ വലിയ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. പിന്നെ 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറ ഒക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. ഇതിലും ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ വരുന്നുണ്ട്. 8500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 10000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G32 എന്നുള്ള സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന പഞ്ചോൾ ഡിസൈനുള്ള ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. എക്സ്ട്രാ 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ എക്സ്ട്രാ ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ 16 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. 5000 mAh ബാറ്ററി തന്നെയാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. 10000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 12000 രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മോട്ടോ G42 എന്നുള്ള സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. ഇതിൽ എക്സ്ട്രാ എന്തൊക്കെയാണ് ലഭിക്കുന്നത് എന്ന് വെച്ചാൽ ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. പക്ഷേ G32 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നില്ല. പഞ്ചോൾ ഡിസൈനൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നില്ല. 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടേ വരുന്നുള്ളൂ. AMOLED ഡിസ്പ്ലേ വരുന്നതിന് ഈ 2 ഡൗൺഗ്രേഡ്സ് വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സറും അതുപോലെ തന്നെ ക്യാമറ സെറ്റപ്പ് ഒക്കെ സെയിം ആണ്. 5000 mAh ബാറ്ററി തന്നെയാണ് വരുന്നത്. 12000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ വരുന്നുണ്ട്. പിന്നെ 14000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് മുതൽ നമുക്ക് 5G ഫോണുകൾ കിട്ടുന്നുണ്ട്. ഇപ്പം 14000 രൂപയ്ക്ക് മുകളിലൊക്കെ ഒരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5G ഫോൺ എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. 14000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G54 5G എന്ന ഫോണാണ് വരുന്നത്. ഇതിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയാടെക് Dimensity 7020 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് നല്ലൊരു പ്രോസസ്സറാണ്. 8 GB റാമും 128 GB ഇൻറ്റേർണലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ OSൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 16 MP സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. പിന്നെ വളരെ കൂടിയ 6000 mAh ബാറ്ററി വരുന്നുണ്ട്.
33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. 14,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ മോട്ടോ G84 5G എന്ന സ്മാർട്ട് ഫോൺ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോണിലോട്ട് വരുമ്പോൾ നമുക്ക് 5G സപ്പോർട്ടിൻ്റെ കൂടെ തന്നെ OLED ഡിസ്പ്ലേയും ലഭിക്കുന്നുണ്ട്. ഇതിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+P OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 14 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 40 നിയോ എന്നുള്ള സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് മുതൽ നമുക്ക് മോട്ടോറോളയുടെ കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകൾ ലഭിക്കുന്നുണ്ട്. മോട്ടോ എഡ്ജ് 40 നിയോ എന്നുള്ള സ്മാർട്ട് ഫോൺ കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണാണ്. 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+P OLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. MediaTek Dimensity 7030 എന്ന പ്രോസസ്സറേ ഇതിൽ വരുന്നുള്ളൂ. ഫോണിൻ്റെ പിന്നിൽ 50+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ സെൻസറിൽ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഫോണിൽ വരുന്നുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 26,500 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 40 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം ഇതേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 8020 എന്ന പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ബാറ്ററിയുടെ കാര്യത്തിൽ 4400 mAh ബാറ്ററി വരുന്നുള്ളൂ. ആ ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കുറയുന്നുണ്ട്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. പിന്നെ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ മോട്ടോ എഡ്ജ് 30 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. നിങ്ങൾ മോട്ടോറോളയുടെ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ അതുപോലെ തന്നെ തിക്നെസ് കുറഞ്ഞ ഒരു ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ 155 ഗ്രാമാണ് ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. തിക്നെസ് വരുന്നത് 6.8 mm ആണ്. പിന്നെ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 778G+ എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 12 5G ബാൻഡ്സ് വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+50+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ 4020 mAh ബാറ്ററി വരുന്നുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കണം. വെയിറ്റും തിക്നെസ്സും കുറഞ്ഞതുകൊണ്ടാണ് ബാറ്ററി കപ്പാസിറ്റി കുറഞ്ഞത്. പിന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഒരു 35,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മോട്ടോ എഡ്ജ് 30 ഫ്യൂഷൻ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+P OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 888+ എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+13+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 4400 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 55,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരുമ്പം മോട്ടോ എഡ്ജ് 30 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+P OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. 10-bit ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 200+12+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ക്യാമറ സെൻസറിൽ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 60 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 4610 mAh ബാറ്ററിയാണ് വരുന്നത്. 125 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 55,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ വേണം എന്നുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോട്ടോറോളയുടെ 2 ഫോണുകൾ ഓപ്ഷനിലുണ്ട്. മോട്ടോ റേസർ 40 അതുപോലെ തന്നെ മോട്ടോ റേസർ 40 അൾട്രയും. ഈ 2 ഫോണുകളും ക്ലാംഷെൽ ഫോൾഡബിൾ ഫോൺസ് ആണ്. വലിയ ഫോൾഡബിൾ ഫോൺസ് അല്ല, ചെറിയ ഫോൾഡബിൾ ഫോൺസ് ആണ്. ഇതിൽ മോട്ടോ റേസർ 40ൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 154 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ പുറത്ത് ഇത് കൂടാതെ 1.5 ഇഞ്ചിൻ്റെ ചെറിയൊരു AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 64+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 4200 mAh ബാറ്ററി, 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 5 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 45,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ 73,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ റേസർ 40 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്.
ഇതിലും 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനും എടുത്തിട്ടുണ്ട്. പിന്നെ 165 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ പുറത്തുള്ള ഡിസ്പ്ലേയിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി വലിയ 3.6 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സറും വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 12+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ സെൻസറിൽ OISന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 3800 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 73,000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെയാണ് മോട്ടോറോളയുടെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാനേതൊരു ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.